എക്സാക്ട്ലി ഒരു വർഷം മുമ്പ് എൻ്റെ വീട് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്ന സമയം ആകെ ഒരു കട്ടിലും ഒരു മാട്രസും വാളിന് പുറത്തൊട്ടിച്ച് ആ ഒരു സ്റ്റിക്കറും വെച്ച് നിർത്തി ആ റൂമിൽ വേറെ ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് വൈറ്റ് സ്ക്വയർ ബോക്സ്. റൂം ഡെക്കോറിങ് അല്ല വെച്ചാൽ റൂം അലങ്കരിക്കുന്ന വീഡിയോസ് നമ്മൾ പലപ്പോഴായിട്ട് യൂട്യൂബിനകത്തുനിന്നും ഇൻസ്റ്റാഗ്രാമിനകത്തുനിന്നും കാണാറുണ്ട്. ഡ്യൂ ടു ലെസ് ഇൻട്രസ്റ്റ്, മോർ ലേസിനെസ്, ഹോട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എനിക്ക് എൻ്റെ റൂം അലങ്കരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഗോഡ് ഹാഡ് സെൻഡ് മീ സം മണി. വാട്ട് മകനെ, നീ നിന്റെ റൂം അലങ്കരിക്കൂ. ഓക്കെ, ഞാൻ എൻ്റെ റൂം ഡെക്കർ ചെയ്യാൻ പോവാണ്, എൻ്റെ ബെഡ്റൂം ഡെക്കർ ചെയ്യാൻ പോവാണ്. ഇത് ബെഡ്റൂം അല്ല, ഇത് സ്റ്റുഡിയോ റൂമാണ്. ബെഡ്റൂം അപ്സ്റ്റേഴ്സിലാണ്. എൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 55,000 റുപ്പീസിൻ്റെ അടുത്ത് ഉണ്ട്. ഓക്കെ, അപ്പം ഈ പൈസ വെച്ചിട്ടാണ് നമ്മൾ റൂം ഡെക്കർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ഇതിനകത്ത് ഒതുക്കാൻ നോക്കാം. നമുക്ക് ഈ പൈസയ്ക്കകത്ത് തന്നെ എല്ലാ പരിപാടിയും ചെയ്തിട്ട് റൂം മൊത്തത്തിൽ സെറ്റാക്കി എടുക്കാൻ നോക്കാം അല്ലേ? ലെറ്റ്സ് ഗോ. ഓക്കെ, ദിസ് ഈസ് മൈ റൂം. ഫുൾ അട്ടിപ്പൊളിയായി അലങ്കോലായിട്ട് കിടക്കുന്നില്ലേ? ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ദിസ് ഈസ് മൈ റൂം. അപ്പം ഇതാണ് എൻ്റെ ബെഡ്. ഫുൾ ഇവിടെ വാർഡ്രോബൊക്കെ വരാനുണ്ട്. ആൻഡ് ഇവിടെ കുറേ വാൾ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുൾ പഴയ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. സോ ഈ കർട്ടൻസ് മാറ്റാറുണ്ട്. ആകെ ചെയ്തത് ഈ വാൾ സ്റ്റിക്കർ ഞാൻ തന്നെ ഒട്ടിച്ചതാണ്. ഓക്കെ, അതായത് ഇത് ഒറിജിനൽ ബ്രിക്ക് അല്ല, സ്റ്റിക്കറാണ്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ ഇവിടുത്തെ കുറേ വാൾ സ്റ്റിക്കർ 4 സൈഡും വരാനുണ്ട്. ആൻഡ് ഇത് വാർഡ്രോബിൻ്റെ ഗ്യാപ്പാണ്. ഇവിടെ വാർഡ്രോബ് വരും. ഓക്കെ, ആൻഡ് ഇവിടെ കുറേ സാധനങ്ങൾ ആൻഡ് ഇവിടെ കുറേ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സംഭവം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുപോലെ നടത്താനാണ് ഉദ്ദേശം. അപ്പോൾ അതുപോലെ നടത്തണമെന്ന് വെച്ചാൽ കുറേ സംഭവങ്ങളുടെ ആവശ്യമുണ്ട്. അതായത് ഇവിടെ വയ്ക്കാനുള്ള പ്രൊഡക്റ്റും ഐറ്റംസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടല്ലോ. സോ അതൊക്കെ ഞാൻ ആമസോണിനകത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനീഷ്യലി നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള ഫണ്ട് വെച്ചിട്ട് ആ ഫണ്ടിൽ എന്തൊക്കെ ഒതുങ്ങാൻ പറ്റുമോ അതൊക്കെയാണ് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബിക്കോസ് ഈ ഒരു വാർഡ്രോബ് ഉണ്ടാക്കാൻ തന്നെ വലിയൊരു എമൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് ഇതിന് ഉള്ളൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഫണ്ടിനാണ് നമ്മൾ മറ്റു കാര്യങ്ങളും ഇവിടുത്തെ ഡെക്കർ ചെയ്യാനുള്ള കാര്യങ്ങളും ഇവിടെ കുറേ സാധനങ്ങൾ ഇവിടെയൊക്കെ വരാനുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. സോ ഈ സാധനങ്ങൾ വന്ന ശേഷം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്, അതൊക്കെ ഏതൊക്കെ സ്ഥലത്താണ് പോവുക, എങ്ങനെയൊക്കെയാണ് പോവാന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റൂമിൻ്റെ കറണ്ട് സിനാരിയോ എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വാർഡ്രോബ് വെച്ച് കഴിഞ്ഞു കേട്ടോ, അലമാര വെച്ച് കഴിഞ്ഞു. പെയിൻറ്റ് അടിച്ചിട്ട് അത് ഉണങ്ങാനായിട്ട് ആ സ്മെല്ലൊക്കെ പോകാനായിട്ട് തുറന്നിട്ടിരിക്കണമെന്ന് മാത്രം. ഓക്കെ, ആൻഡ് ഇവിടെ മറ്റേ ഹാങ്ങറിൻ്റെ ആ കോല് വെക്കാനുണ്ട്. അത് ഞാൻ പെയിൻറ്റ് അടിച്ചിട്ട് പുറത്ത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് ഫിറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ഡ്രസ്സിൻ്റെ ഈ സ്റ്റാൻഡ് നമ്മൾ ആദ്യം ഇതെടുത്തിട്ട് പുറത്തേക്ക് വെക്കണം, എന്നിട്ടാണ് മറ്റു പരിപാടി തുടങ്ങേണ്ടത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ റൂമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചുമരെല്ലാം പാടെ ക്ലീൻ ചെയ്തിട്ട് അവിടെ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുക. മറ്റു പരിപാടികൾ അതിന് ശേഷം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ചുമരിനകത്ത് ആണി അടിക്കുന്ന പരിപാടി അങ്ങനെയൊക്കെയാണ്. ഓൾറെഡി ആണി അടിച്ച് വെച്ചെന്ന് വെച്ചാൽ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പം അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ മുഴുവനായിട്ട് വാൾ സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം മറ്റു പരിപാടികൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആമസോണിലും മിന്ത്ര, അജിയോ ഒന്നുകൂടിയുണ്ട്, ഫ്ലിപ്കാർട്ട്, ഈ 4ലും പാടെ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒക്കെ പാടെ വെച്ചിട്ടുള്ളത് നമ്മുടെ വേറെ റൂമിലാണ്, ഇതിന് ഇപ്പുറത്തുള്ള റൂമിലാണ്. ഓക്കെ, സോ ഈ റൂമിലാണ് മുഴുവനായിട്ട് നമ്മളുടെ ഓൺലൈൻ ഷോപ്പിംഗിൽ നിന്ന് വന്ന സാധനങ്ങൾ മുഴുവനായിട്ട് വെച്ചിട്ടുള്ളത്. സോ 1 by 1 ആയിട്ട് ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, ഇവിടെ നിന്ന് ഈ കാണുന്ന മുഴുവൻ അങ്ങനെ വന്നതാണ്. ഓക്കെ, ഈ മിറർ എന്ന് പറയുന്നത് നമ്മുടെ റൂമിലേക്ക് വരുന്നൊരു മിറർ ഫ്രെയിം ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ വാർഡ്രോബിൽ തന്നെ ഫിറ്റ് ചെയ്യുന്ന സാധനമല്ല, അത് തനിച്ച് ഒരു സ്ക്വയർ ഫ്രെയിമായിട്ട് വേറെ വെക്കുന്നതാണ്. ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കാം. ഓക്കെ, അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുറന്ന് നോക്കാം. 2 ബോക്സ് ഉണ്ടല്ലോ ഇതിനകത്ത്. ഓക്കെ, ഇതെന്ന് പറയണത് നമ്മുടെ ലാമ്പാണ്, ടേബിൾ ലാമ്പാണ്. ഓക്കെ, ഇതതിൻ്റെ ക്യാപ്പും മറ്റേതെന്ന് പറയുന്നത് ലാമ്പിൻ്റെ ഇതുമായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ടേബിൾ ലാമ്പ്. കുറച്ച് ആൻറ്റീക്ക് ആയിട്ടുള്ള, കുറച്ച് കാണുമ്പോൾ തന്നെ ഒരു അറേബ്യൻ ലുക്കുള്ളൊരു സാധനമാണ്. ഇസ് ദാറ്റ്. ആൻഡ് ഇത് ഹാങ്ങർ കണ്ടാൽ തന്നെ അറിയാലോ. യെസ്, ഈ സൈഡ് വുഡിൻ്റെ ഫിനിഷുള്ള സ്റ്റീലിൻ്റെ ഹാങ്ങർ. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ളത്. ഓക്കെ, ബിക്കോസ് എല്ലാം നമ്മുടെ റൂം മുഴുവനായിട്ട് ഈ കളറായിരിക്കും. ഓക്കെ, ഒന്നില്ലെങ്കിൽ ക്രീം, അല്ലെങ്കിൽ ഈ ഒരു ബ്രൗണ്, കോഫി ബ്രൗൺ ക്രീം അങ്ങനത്തെ ഒരു ഇതിലാണ് കളർ മൊത്തമായിട്ടുള്ളത്. ആൻഡ് ഇതെന്ന് പറയണത് മനസ്സിലായില്ലേ ഇതെന്താന്നുള്ളത്? യെസ്, നമുക്ക് ഇരിക്കാനുള്ളത് ഇതിന് മുഡാന്ന് അങ്ങനെ എന്തോന്ന് പറയാം. യു സീ ദ കളർ. ഇത് കുറച്ച് ആൻറ്റീക്ക് അല്ല, ഒരു വേറൊരു തരത്തിലുള്ളൊരു സാധനമാണ്. ഇനി അടുത്തത്
ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനം, സ്റ്റാൻഡല്ല സോർട്ട് ഓഫ് സ്റ്റാൻഡ്, കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള. ഇത് പുറത്ത് പൊളിച്ചിട്ടില്ല, നമ്മളെന്തായാലും അത് അറേഞ്ച് ചെയ്യാൻ നേരത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ലാഡർ പോലെ ഉണ്ടാവും കാണാൻ, ഒരു ഏപ്രിൻ പോലെ 2 സൈഡും നമുക്ക് സാധനങ്ങൾ വെക്കാം. ഹൈറ്റ് ഒന്നുമില്ല, ഈ ഹൈറ്റ് ഉണ്ടാവുള്ളൂ, 3 ഫീറ്റ് എന്നാണ് പറഞ്ഞത്, അപ്പോൾ ഏറെക്കുറെ ഇത്രേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇത് എന്ന് പറയുന്നത് ഇതാണ് ഇത്. ഓക്കെ, ഇത് അറിയാലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ടേബിളാണ്. ഈ ടേബിള് വാൾ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ഇത് സ്റ്റിഫായി നിൽക്കും, നമുക്കിതിനെ ഫോൾഡും ചെയ്യാം, അതായത് ഫോൾഡബിൾ ടേബിളാണിത്. എന്തിനോ പിടിച്ചത് ഒരു വലിയ വലിച്ചാൽ അത് ഫോൾഡായി പോവും, അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് ചുമരിൽ വയ്ക്കുമ്പോൾ നമുക്ക് 2 സൈഡും പിടിച്ചിങ്ങനെ വലിച്ചാൽ ഫോൾഡായി വരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് സാധനത്തിലേക്ക് പോകാമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇത് നോക്കാം. ഗ്ലാസ്സിലിരിക്കേണ്ട ഈ സൈഡിൽ ഇരിക്കാം. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ കിണികിണെന്ന് പറയുന്നുണ്ട്. യെസ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ചുമരിൽ വെക്കുന്ന ലാമ്പാണ്. ഐ മീൻ ഇങ്ങനെ, മനസ്സിലായില്ലേ? ഇതും കുറച്ചൊരു വിൻറ്റേജ് എസ്തെറ്റിക് ലുക്കുള്ളൊരു സാധനമാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ, ഈ ബൾബില്ലേ, നമ്മുടെ എല്ലാ വീട്ടിലും കാണും ഇങ്ങനത്തെ ഒരു ബൾബ്. സോ ഈ ബൾബിന് പകരമാണ് ഇത് വെക്കുന്നത്. ബിക്കോസ് ഈ ബൾബ് എസ്തെറ്റിക് അല്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു തീമിപ്പെട്ട സാധനമല്ല, അതുകൊണ്ട് ഈ ലാമ്പ് മേടിച്ച്. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഇതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതെന്ന് പറയുന്നത് തുണികൾ തൂക്കിയിടാനുള്ളൊരു സ്റ്റാൻഡ്. അതും വുഡിൻ്റെയാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ. യെസ്, അതും ഈ കളറാണ്, ഒരു ബ്രൗണിഷ് കളറാണ്. സോ ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്ക് കുറേ കോല് പോലെ ഉണ്ട്, അപ്പോൾ ആ കോലിനകത്ത് ഡ്രസ്സൊക്കെ ഇങ്ങനെ തൂക്കി ഇടാൻ പറ്റും. ഇതെന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, യെസ്, ഇതെന്ന് പറയണത് നമ്മുടെ ചുമരിൽ ഇങ്ങനെ ഒരു തട്ടി ഇതേ സൈസിലുണ്ടാവും അത്. ഓക്കെ, ഇത് ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ആ കയറിങ്ങനെ ബി ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും. ഒരു ഫസ്റ്റ് ഒരു ആണി അടിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു സാധനം. ഓക്കെ, സോ അതാണ് ഇത്. ഇതിൽ നമുക്ക് കീസോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം. ഇതെന്താണ്? ഇത് ഹാങ്ങർ, ഇത് പാൻസ് നമ്മൾ ഹൂക്ക് ചെയ്യാനുള്ള ഹാങ്ങറാണ് ഇത്. ഓക്കെ, അങ്ങനെ. ആൻഡ് ഇതിലേക്ക് എത്തുകയാണെങ്കിൽ ബെഡ്റൂം ലാമ്പ് വെക്കാനും പിന്നെ ഫോണ് ചാർജ് ചെയ്തിട്ട് വെക്കാനുള്ളൊരു കുട്ടി സ്റ്റാൻഡ്. ചെറിയ പൈസ എന്താ ഉള്ളൂ കേട്ടോ ഇതിന്. ഇത് ഭയങ്കര ലാഭമാണ്, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. 200 സംതിങ് ഞാൻ കണ്ട് തോന്നുന്നു. പിന്നെ അടുത്തത് ഇത് കർട്ടൻ, നമ്മുടെ കർട്ടനാണ്. ഇതാണ് എനിക്ക് ആകെ ഡൗട്ടുള്ളത്. 2 ജനൽ, ഇത്ര പോകുന്ന 2 ജനലിനുള്ള കർട്ടനാണ് ഇത്. ഈ ജനലിനും പാടെ ഈ കർട്ടൻ മതിയോ? ഐ മീൻ ഇത് കാളിദാസിൻ്റെ റൂമാണ്, എൻ്റെ റൂം കാണിച്ചു തന്നില്ല, അതാണ്. പക്ഷേ രണ്ടും സെയിമാണ്. സോ ഈ ഇത്രത്തോളം വലിപ്പമുള്ളതിന് ഈ ഒരു ഇത് മതിയാവുമെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ ഒരു ഫോം ഷീറ്റ് പോലത്തെ സാധനമാണ്. ഓക്കെ, ഒരു സൈഡ് നമ്മൾ ഫോം ഷീറ്റാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതാണിത്. പിന്നെ ഈ യമണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ കാർപ്പറ്റാണ്, നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റ്. ഓക്കെ, ഇത് 5 to 7 ആണെന്ന് തോന്നുന്നു സൈസ്. 5 അടിക്ക് 7 അടി നീളം, 5 അടി ഇങ്ങനെ 7 അടി ഇങ്ങനെ. സോ അതാണ് ഇത്. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ മണി പ്ലാന്റിൻ്റെ ബ്രോഡ്വേന്ന് കണ്ടപ്പോൾ കൊതി തോന്നി മേടിച്ചതേ ഉള്ളൂ. ഇതറിയാലോ, ഇതിനടക്കം നമ്മുടെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കളർ ഉണ്ടല്ലോ, ഇത് അറിയാലോ ആ കളറ്. നമ്മൾ ചെരുപ്പ് നോക്കിയാൽ അടുത്തത് ഇവിടെ നിന്ന് വരണം, വെയിറ്റുണ്ട് അത്യാവശ്യം. ഓക്കെ, ഇത് മറ്റേതാണ് വാൾപേപ്പർ, വാൾ സ്റ്റിക്കർ. സോ ഇത് ജസ്റ്റ് ആ സൈഡിൽ തന്നെ ഇരുന്നോട്ടെ. ഇത് ഞാൻ നേരത്തെ കാണിച്ചത് തൂക്കണതിൻ്റെ വേറൊരു രൂപം, കുറച്ചും കൂടി ഭംഗിയുള്ളത്. Pursue your passion. ഇതും സെയിം അതുപോലെ തൂക്കണം. പക്ഷെ ഇതിൽ പർപ്പസ് ഒന്നുമില്ല. ഇതിൽ കുറേ കോട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കോട്ട് ഇങ്ങനെ തൂക്കെടുക്കും. 4 തോന്നും, ഇങ്ങനെ അതിങ്ങനെ തൂക്കിയിടും. പിന്നെ ഇതറിയാലോ, ഇത് നമ്മളുടെ ക്ലോക്ക്. ഇവനാണ് മെയിൻ. പിന്നെ ഇത് ഒരു ബോക്സാണ്, ബോക്സ് പോലെ ആവും ഇപ്പോൾ ഭാവിയിൽ ആവും. ഐ മീൻ നമ്മളിത് പുറത്തെടുത്തിട്ട് ജസ്റ്റ് നിവർത്തി വെച്ച ബോക്സ് പോലെയാണ്. നമ്മുടെ യൂസ് ചെയ്ത തുണികൾ അലക്കാൻ കൊണ്ടുപോകാൻ നമ്മളൊരു ബോക്സിൽ ഇടൂലേ, ആ ബോക്സാണ് ഈ ബോക്സ്. സോ അതിൻ്റെ ജൂട്ടിൻ്റെ സാധനമാണ്. ഇതെന്ന് പറയുന്നത് വാട്ടർ ബോട്ടിൽ. യെസ്, അതടക്കം ആ ഒരു ടോണിലും ആ ഒരു കളറിലും ആ ഒരു പാലറ്റിലുള്ള ഇത് തന്നെയാണുള്ളത്. ആൻഡ് ഇത് ഈ ഇടയ്ക്ക് ഗോവയ്ക്ക് പോയപ്പോൾ മേടിച്ച ഡ്രിങ്ക് ക്യാച്ചർ. പിന്നെ അടിപൊളിയല്ലേ. പിന്നെ ഈ ക്ലോക്ക് ബ്രോഡ്വേന്ന് മേടിച്ചാണ്. ഇത് ഫോട്ടോ ഫ്രെയിമാണ്, 3 ഫോട്ടോ ഫ്രെയിം ഉണ്ട്. മിന്ത്രയിൽ നിന്ന് എടുത്താണ്, ഇഷ്ടപ്പെട്ടു എടുത്തു. ഇത് ചുമ്മാ എന്തെങ്കിലും നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ റൂമിനകത്ത്, ഇതിനകത്ത് ഒളിപ്പിച്ച് വെക്കാം. പക്ഷെ ഒളിപ്പിച്ച് വെക്കേണ്ട സാധനമല്ല, ഇത് കുങ്കുമം വെക്കണ സാധനമാണ് ശരിക്കും. ബട്ട് നമുക്ക് എന്ത് വേണേലും ആക്കാം. ഇത് 2 ബൾബ് മറ്റേ ബൾബാണ്, വാം ലൈറ്റാണ്.
ഇതാണ് മൊത്തം റൂമിൽ ഉള്ള സാധനങ്ങൾ, നമ്മുടെ റൂമിനകത്ത് കൊണ്ട് അറേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങൾ. ഇതിന് പുറമെ വാർഡ്രോബ് ഉണ്ട് അതിനകത്ത്. ഓൾറെഡി ഒരു കട്ടിലുണ്ട്. ഇപ്പം ഇതൊക്കെ പാടെ പറയാൻ വിട്ടുപോയി, ഈ 2 ചെടികളും പാടെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഈ 2 ചെടികൾ ഇപ്പോൾ വീട് പണി മീൻസ് നമ്മുടെ വാർഡ്രോബിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് ഫുൾ പൊടിയിലാണ്. നമ്മൾ തുടച്ച് വൃത്തിയാക്കി കഴുകിയിട്ടേ വയ്ക്കുള്ളൂ. ഇത് വാഷബിളാണ് രണ്ടും, സോ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതും ബ്രോഡ്വേന്ന് എടുത്താണ്. ഓൾ ഗുഡ്. അപ്പം അങ്ങനെയാണ് മൊത്തത്തിലുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മൾ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടാ. ഓക്കെ, അടിപൊളിയായിട്ടില്ല. സോ വൈറ്റും ഈ ബീച്ച് കളറും തമ്മിൽ വലിയ മാറ്റം അറിയില്ല. സോ ഇവിടെ കാണിച്ചാൽ നല്ല ഫുൾ ബ്രിക്കിൻ്റെ ടെക്സ്ചർ പോലെ ആക്കിയിട്ടുണ്ട്. വലിയ മാറ്റം അറിയുന്നില്ല ഈ കളറും ഈ കളറും തമ്മിൽ, ബട്ട് സ്റ്റിൽ ഒരു രസമുണ്ട്. ആൻഡ് കർട്ടൻ അയച്ചു ഞാൻ. ആൻഡ് ഈ കർട്ടൻ ഇനി നമ്മൾ പുതിയ കർട്ടൻ ഉണ്ടല്ലോ, ഇതാണ് പഴയ കർട്ടൻ. ഓക്കെ, ഇത് മാറ്റിയിട്ട് പുതിയ കർട്ടൻ ആക്കണം. ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ ബൾബും ഒരു മാറ്റിയിട്ടുണ്ട്. ബൾബ് അതിൻ്റെ ഹോൾഡറും ഇതൊക്കെ ഉണ്ട്. ഇവിടെയുള്ള വൈറ്റ് ബൾബിൻ്റെ ഹോൾഡറും തുമ്പാടെ ഒരു മാറ്റിയിട്ടുണ്ട്. അതാണ് ഇത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ നോർമൽ ആൻറ്റിക് സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം, അത് വെക്കാനാണ്. സോ കർട്ടൻ്റെ ഒപ്പം തന്നെ അതും വെക്കുന്നതായിരിക്കും. Lots of love.